എങ്ങനെയുണ്ടായിരുന്നു പടം? ചോട്ടമ്പ് പടം തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കണം ഒരാൾക്ക് ധൈര്യമായിട്ട് കയറി കാണാവുന്നൊരു പടം, അങ്ങനെ വേണം പറയാം. കാരണം ഇപ്പം റീ റിലീസ് ചെയ്തപ്പോൾ ഞാൻ ആഗ്രഹിച്ച പടം തന്നെയാണ്. കാരണം ഞാൻ അതുകൊണ്ട് തന്നെയാണ് വന്നതും. കാര്യം ഞാനൊരു മമ്മൂട്ടി ഫാനാണ്. എന്നാലും മോഹൻലാലിൻ്റെ പഴയ മോഹൻലാലിനെ നമുക്ക് വീണ്ടും കാണാൻ പറ്റി. കാരണം മോഹൻലാലിൻ്റെ പെർഫോമൻസ് ഒക്കെ ഈ പടത്തിൽ ഗംഭീരമാണ്. മോഹൻലാലിനെ മാത്രമല്ല, ഇത് അഭിനയിച്ചിരുന്ന ഓരോ ക്യാരക്ടറും, അതായത് ജഗതി ആയാലും അവരൊക്കെ മറന്നുപോയി. ജഗതി, കലാഭമണി, രാജൻ പി ദേവ് ഇവരൊക്കെ ചെയ്തു വെച്ചാണ് സംഭവം. വേറൊരു നടന് സങ്കല്പിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് ഈ പടത്തിൽ ചെയ്തത്. അതേപോലെ തന്നെ ഈ പടത്തിൽ അഭിനയിച്ച എല്ലാവരും, ഇപ്പോൾ ഭാവനയായാലും എല്ലാവരും ഒന്നിനൊന്ന് മെച്ചം. ഞാൻ പറയാം, ഈ പടം ഞാൻ കൃത്യമായിട്ടല്ല, ഈ പടം ഞാനൊരു മിനിമം ഒരു 100 തവണയെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ തിയേറ്ററിലായിട്ടുള്ള, അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ റിലീസ് ചെയ്തപ്പോൾ തിയേറ്ററിലൊന്നും കണ്ടത്. ഇപ്പം കണ്ടപ്പോഴും എനിക്ക് ഒരു തരി ലാഭമോ ഒരു മടുപ്പോ തോന്നിയില്ല. കാരണം ത്രൂ ഔട്ട് നമുക്ക് ആ സീറ്റുമ്പോൾ തന്നെ ഇരുന്ന് അതേ കോമഡിയൊക്കെ എൻജോയ് ചെയ്ത് കാണാവുന്ന ഒരു പടമാണ് ചോട്ടാ മുംബൈ. എന്തായാലും തിയേറ്റർ എക്സ്പീരിയൻസ് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ധൈര്യമായിട്ട് കയറി കാണാവുന്ന ഒരു പടമാണ് ചോട്ടാ. 4K റെസൊല്യൂഷനാണല്ലോ, സൗണ്ട് എഫക്ട്സും കാര്യങ്ങളൊക്കെ. അതായത് സൗണ്ട് കിട്ടില്ലാണ്. 4Kയില് ചെറിയ സ്ഥലത്ത് എവിടെയൊക്കെ ബ്ലർ വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും ബാധിക്കല്ല. അത് സൗണ്ട് കിട്ടിലാണ്. അത് വാസ്കോഡിഗാമ പാട്ടുണ്ട്, ലാസ്റ്റ് ക്ലൈമാക്സ് ആകുമ്പോൾ എത്തുമ്പോൾ വാസ്കോഡിഗാമ പാട്ടുണ്ട്. ആ പാട്ടിൻ്റെ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് ഏറ്റവും ബെറ്റർ. അത് നമ്മുടെ ആ തിയേറ്ററിൽ തന്നെ മറ്റേ വൈബ്രേഷനും കാര്യങ്ങളൊക്കെ, സൗണ്ടും കാര്യങ്ങളൊക്കെ, അതൊക്കെ നമുക്ക് നേരിട്ട് നമുക്ക് അറിയാൻ പറ്റുന്ന രീതിയിലാണ് സംഭവം ചെയ്തു തരുന്നത്. എന്തായാലും വീട്ടിലെ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഈ പടം തന്നിട്ടുണ്ട്. എന്തായാലും പടം ഇങ്ങനത്തെ പടങ്ങളാണ് റീ റിലീസ് ചെയ്യേണ്ടത്. പിന്നെ ഇതറിഞ്ഞ സ്ഥിതിക്ക് എനിക്ക് എന്തായാലും ബിഗ് ബി കൂടി ഒന്ന് റിലീസ് ചെയ്തെങ്കിൽ കൊള്ളായിരുന്നു എന്നൊരാഗ്രഹം ഇപ്പോൾ വന്നിട്ടുണ്ട്. എന്തായാലും കാത്തിരിക്കണം. നമ്മൾ ചെറുപ്പം മുതലേ കാണുന്ന കാര്യങ്ങളാണല്ലോ ഈ സിനിമ. ഒരു 100 തവണ റിപ്പീറ്റായി കണ്ടിട്ടുണ്ടാവും. 2007 എനിക്കെന്തോ 10 വയസ്സോ 11 വയസ്സോ എന്തോ ഉള്ളൂ. ആ പ്രായത്തിൽ കണ്ട ഒരു സിനിമ അന്ന് ബിഗ് സ്ക്രീനിലൊക്കെ മിസ്സായൊരു സിനിമ. അപ്പോൾ അത് നമുക്ക് എപ്പോഴും മനസ്സിൽ തോന്നും, ഈ സിനിമ എപ്പോഴെങ്കിലും തിയേറ്ററിൽ കാണണം, ഒരു ഫാൻസിൻ്റെ ഒപ്പം വരുന്ന ഒരു നല്ലൊരു ഓഡിയൻസിൻ്റെ ഒപ്പം ഇരുന്ന് കാണണമെന്നല്ല. അപ്പോൾ അത് നടന്നപ്പോൾ വലിയൊരു സാറ്റിസ്ഫാക്ഷൻ തന്നെയായിരുന്നു നമുക്ക്. ആ എക്സ്പീരിയൻസ് ഇപ്പോൾ ഈ സിനിമ രാജമാണിക്കാലും മലയാളത്തിൽ ബെസ്റ്റ് എൻ്റർടൈനേഴ്സാണ്. അപ്പോൾ അതൊക്കെ ആ ഒരു വൈബിലിരുന്ന് കാണാൻ പറ്റണമെന്ന് പറഞ്ഞാൽ ഒരു ഭാഗ്യം തന്നെയാണ്. അത് നടന്നപ്പോൾ ഒരു നല്ലൊരു ആശ്വാസം, നല്ലൊരു സന്തോഷം. ആ പാട്ടുകളും മോഹൻലാലിൻ്റെ ആ കോമഡി ആയാലും പിന്നെ ആക്ഷൻ സീൻസും എല്ലാം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മനുഷ്യയുടെ നമ്മൾ മിസ്സായെങ്കിലും നമ്മളിപ്പോഴും ഓർക്കുന്നൊരു നടനാണ്. അപ്പോൾ അവരുടെ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ക്യാരക്ടറാണ് നടേഷൻ എന്ന് പറയുന്നത്. ഡയലോഗ് ആയാലും ഒരു ആറ്റിറ്റ്യൂഡും എല്ലാം സൂപ്പറാണ്. സ്ക്രീനിൽ വരുമ്പോൾ തന്നെ ഇൻട്രോക്ക് തന്നെ ആ കയ്യടി കിട്ടി നമുക്ക് മനസ്സിലാവും. നായകന് കിട്ടി അതേ കയ്യടി വില്ലന് കിട്ടി. അതാണ് ആ ഒരു പവർഫുൾ ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ഇത്. അത് നല്ലൊരു ഇതായിരുന്നു. നമുക്ക് മനുഷ്യരുടെ എന്നും ഓർമ്മിക്കാൻ പറ്റിയ ഒരു സിനിമ കൂടിയാണ്. 4K റെസൊല്യൂഷൻ ഇവിടെ BGM മ്യൂസിക് ഒക്കെ വരുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു സൗണ്ട്? ഇത് 4K ഈ പടം അത്രയ്ക്ക് ഒരു പഴയ പടമല്ല. അതുകൊണ്ട് തന്നെ റീമാസ്റ്റർ ചെയ്തെങ്കിലും നമുക്ക് അങ്ങനെ ഒരു ക്വാളിറ്റി വ്യത്യാസം തോന്നിയില്ല. അത് അത്രയ്ക്ക് ഒരു ദേവദൂതൻ മത്സ്യത്താഴൊക്കെ പഴയൊരു സിനിമയാണ്. ഇത് അത്രയും ഒരു വ്യത്യാസമില്ല. മ്യൂസിക് ആണെങ്കിലും ഒരു അഡീഷണലി അധികമൊന്നും ആഡ് ചെയ്തിട്ടില്ല. സിനിമയിൽ ഉള്ളത് എന്താണോ അതൊക്കെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നല്ല ക്വാളിറ്റി ഉണ്ട്. വേറെ എടുത്തു പറയാൻ പഴയ ഒരു പോരായ്മയായിട്ട് പറയാൻ ഒന്നും തോന്നിയില്ല. പ്രിന്റിൻ്റെ ക്വാളിറ്റി ഒരു പൈസ എല്ലാം കൂടെ ഓക്കെ ആയിരുന്നു. ഞാനിപ്പോൾ TV കാണാൻ കണ്ടിട്ടുള്ളൂ. സോ അത് കഴിഞ്ഞ് നമ്മുടെ തിയേറ്ററിൽ കാണുമ്പോൾ അതിന് വരുമ്പോൾ എന്താ പറയുക, ഒരു ലാൽട്ടൻ്റെ എപ്പോഴും ഒരു അഴിഞ്ഞാട്ടം പടം എന്ന് പറയാൻ ഹലോ ഈ പറഞ്ഞ പോലെ ചോട്ടാ മുമ്പ് അതിനകത്ത് ലാൽട്ടൻ്റെ അഴിഞ്ഞാട്ടം, പിന്നെ ഐക്കോണിക് കോമഡി ഡയലോഗ്സ്, നമ്മൾ ആഘോഷ പാട്ടുകൾ, അത് തിയേറ്ററിൽ വന്നിട്ട് നോക്കുമ്പോൾ മണിച്ചേട്ടൻ്റെ മാസ് റിലീസും മണിച്ചേട്ടൻ്റെ കയ്യടി എല്ലാവരും വരുമ്പോൾ കയ്യടി, ആ തമാശയ്ക്ക് കയ്യടി, ജഗതി ചേട്ടൻ, പാമ്പ്, എന്താ പറയുക, ഔട്ട് ആൻഡ് ഔട്ട് എൻ്റർടൈൻമെൻറ്റ്. ഇഷ്ടംപോലെ നമ്മൾ ഇഷ്ടപ്പെട്ട പാട്ടുകൾ, ഏത് ന്യൂ ഇയർ വന്നാലും ഏത് കൊച്ചിക്കാരാണെങ്കിലും ആ പാട്ട് പാടാതിരിക്കുന്നത്. ആ പാട്ട് കേൾക്കുമ്പോൾ അത് നല്ല അറ്റ്മോസ്ഫിയർ സൂപ്പറായിരുന്നു. എന്താ പറയുക, തുടരെ കഴിഞ്ഞാൽ ലാലിൻ്റെ ഒരു റിലാക്സേഷൻ, ലാലിൻ്റെ ഡാൻസിന് വേണ്ടിയുള്ളത്. എന്തായാലും തിയേറ്ററിൽ കാത്തർക്ക് എന്നെപ്പോലുള്ളവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവർക്ക് തിയേറ്ററിൽ കാണുമ്പോൾ നല്ല അടിപൊളിയായിരുന്നു, എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. എന്തെങ്കിലും സീനുകൾ കട്ട് ചെയ്യുക അങ്ങനെ ഒന്നുമില്ലല്ലോ, എല്ലാ സീസണും ഉണ്ടായിരുന്നു. ആൻഡ് എന്താ പറയുക, ആഘോഷമായിരുന്നു.